നമസ്തേ. ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. തീവ്രവാദിയെ പോലെ കസ്റ്റഡിയിലെടുത്തുവെന്ന ആരോപണവുമായി VHPയും ഹിന്ദു ഐക്യവേദിയും BJPയും രംഗത്തെത്തിയതോടെ സംഭവം പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഇതിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അധ്യാപകനും ABVP സംസ്ഥാന നേതാവും MG സർവകലാശാല സെനറ്റ് അംഗവുമായ അരുൺ മോഹൻ രംഗത്തെത്തി. മീശ നോവലുമായി ബന്ധപ്പെട്ട വിവാദത്തിലും രമേശ് ചെന്നിത്തലയുടെ മുൻ പരാമർശങ്ങളിലുമൊക്കെ നിയമ നടപടികൾ ഉണ്ടായില്ലെന്ന ആരോപണം ഉന്നയിച്ചാണ് അരുൺ മോഹന്റെ ചോദ്യം. ഒരേ വിഷയത്തിൽ നിയമത്തിന്റെ സമീപനം വ്യത്യസ്തമാണോ? സർക്കാർ നടപടികളെക്കുറിച്ച് അരുൺ മോഹൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരേ വിഷയത്തിൽ നിയമത്തിന്റെ സമീപനം വ്യത്യസ്തമാണോ? സർക്കാർ നടപടികളെക്കുറിച്ച് അരുൺ മോഹൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ അദ്ദേഹം തത്തുമൈ ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ശ്രീ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കാര്യം, ഈ വകുപ്പുകൾ കോടതിയിൽ നിലനിൽക്കുന്നതല്ല എന്ന പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റം സമ്മതിച്ചു. ആരോപിക്കപ്പെട്ട കുറ്റം അദ്ദേഹം കൃത്യമായി സമ്മതിച്ചു. കോടതിക്ക് മുമ്പാകെ ഈ വിഷയങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരിക്കലും നിലനിൽക്കുന്നതല്ല എന്ന പൂർണ്ണ ബോധ്യം ഒരു അഭിഭാഷകൻ കൂടിയായ, മികച്ച ഒരു അഭിഭാഷകൻ കൂടിയായ അദ്ദേഹത്തിന് വളരെ നന്നായി അറിയാമായിരുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ജന്തർ മന്ദറിൽ എത്തിയിരിക്കുന്ന വിവിധ തരത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. അതിൽ ചില ആളുകൾ സ്വയം ബലാത്സംഗത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സ്ത്രീകൾ ആയിരുന്നു. അല്ലെന്താ തെറ്റ്? ഇതാണ് ആ പോസ്റ്റർ. അതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുന്നില്ല. ഒന്ന്, ഇത് ജന്തർ മന്ദറിൽ വെച്ചിട്ടുള്ളതല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പക്ഷേ ഇതിലെടുത്തിരിക്കുന്ന വകുപ്പ് വളരെ വിചിത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിലനിൽക്കുന്നതല്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. ഈ സെക്ഷൻ BNS 353(1)B ബോധപൂർവം സ്ത്രീകളെ അവഹേളിക്കൽ, 192 BNS കലാപ ആഹ്വാനം, ഇത് രണ്ടും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം, ഇതേ വകുപ്പ് ചാർത്താൻ സാധിക്കുമായിരുന്ന കേസുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഹരീഷ് എന്ന നോവലിസ്റ്റ് 2018 മീശ എന്ന നോവൽ മാതൃഭൂമിയിലൂടെ പുറത്തിറക്കി. വലിയ വിവാദമായി. അത് അതിൻ്റെ ന്യായങ്ങളും അന്യായങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും എല്ലാം കോടതിയിലൊക്കെ എത്തിയ വിഷയമാണ്. ഈ വിഷയത്തിൽ കോടതിയിലേക്ക് കേസ് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഹിന്ദു സ്ത്രീകൾ എടുത്തു പറഞ്ഞിട്ടാണ് ഹിന്ദു സ്ത്രീകളെ അവഹേളിച്ച് സംസാരിച്ചത്. എനിക്കിത് നിങ്ങളോട് പോലും, പ്രേക്ഷകരോട് പോലും പറയാൻ സാധിക്കില്ലാത്ത രീതിയിലുള്ള കടുത്ത അവഹേളനമായിരുന്നു. ഈ വിഷയത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പരസ്യമായി പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ മകൻ്റെ പബ്ലിഷേഴ്സ്, പ്രസാധകരെ കൊണ്ട് മീശ പുറത്തിറക്കും. മാതൃഭൂമി ഇത് പിൻവലിച്ച സാഹചര്യം ഉണ്ടായിരുന്നു, വലിയ വിവാദം ഉണ്ടായ സമയത്ത്. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ മകനെ കൊണ്ട് ഞാൻ ഇത് പുറം ലോകത്തെത്തിക്കും എന്നാണ്. അതേ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. നമ്മൾ നിയമം പറയുകയാണെങ്കിൽ BNS 294 പ്രസാധകരും തെറ്റുകാരാണ്. ഈ പുസ്തകം ഇറക്കുന്ന ബോധപൂർവം ഒരു വിഭാഗം സ്ത്രീകളെ അവരുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന, അവരെ അപമാനിക്കുന്ന ഈ പുസ്തകം പുറത്തിറക്കുന്ന പ്രസാധകരും BNS 294 അനുസരിച്ച് തെറ്റുകാരാണ്, ശിക്ഷിക്കപ്പെടും എന്ന ബോധ്യം മുമ്പ് ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാമായിരുന്നിട്ടും ജിഹാദികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന അന്നു നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 79B ആണെങ്കിലും 193 BNS ആണെങ്കിലും എല്ലാം, 192 BNS ആണെങ്കിലും എല്ലാം കലാപ ആഹ്വാനമാണ്. ഈ വിഷയത്തിൽ അന്ന് കേസെടുക്കാമായിരുന്നു. അന്ന് നമ്മളാരും ചെന്നിത്തലയുടെ പേരിൽ കേസെടുത്തു കണ്ടില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കേസ് ചാർത്തി കൊടുക്കേണ്ടത് ചെന്നിത്തലയ്ക്ക് മാത്രമാണ്. കാര്യം, അത്രയ്ക്ക് തെറ്റുകാരനാണ് അയാൾ. ഹൈന്ദവ സ്ത്രീകളെ മുഴുവൻ ബോധപൂർവം അവഹേളിച്ച ഒരു പുസ്തകം പരസ്യമായി നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ പുറത്തിറക്കി തരും എന്ന് പറയുന്നതിൽ പരം വെല്ലുവിളി ഹിന്ദു സമൂഹത്തിനോട് മറ്റൊന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ വെച്ച് വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവർക്കിപ്പോൾ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകേണ്ടത് അനിവാര്യമാണ്. പ്രളയത്തിൽ 10,000 രൂപ പ്രഖ്യാപിച്ചിട്ട് 8 ദിവസം, ഏതാണ്ട് 6-7 ഒരാഴ്ച അടുത്താവും. 1 രൂപ ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം, അത് കേരളത്തിൽ ചർച്ച ചെയ്യരുത്. PM ശ്രീയിൽ ഒപ്പുവെച്ചതിൽ
RSSന്റെ സഹയാത്രികരാണ് നിങ്ങൾ എന്നുള്ള വലിയ വിമർശനം മുസ്ലിം ലീഗിൽ നിന്നുണ്ടാകുന്നു. ഇതിനെ മറച്ചു പിടിക്കേണ്ടത് അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സാവർക്കറുമായി ബന്ധപ്പെട്ട് വന്ന വിവാദവും TG മോഹൻദാസിന്റെ അറസ്റ്റും അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലീസുകാർ നിരന്തരം അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഏറ്റവും വലിയ ഹൈന്ദവ അവഹേളനത്തിന് കേസെടുക്കേണ്ടുന്ന വ്യക്തിയാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു. ഞങ്ങളുടെ കയ്യിൽ അസ്ത്രങ്ങളെല്ലാം തയ്യാറാണ്. ഏത് സമയത്തായാലും അതിനി ഹിന്ദു സമൂഹത്തിന് നേരെ എയ്താൽ മാത്രം മതി എന്ന് മുസ്ലിം സമൂഹത്തെ റെപ്രസെന്റ് ചെയ്ത് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി അഥവാ MESന്റെ ചെയർമാൻ ഫസൽ ഗഫൂർ പറഞ്ഞതിൽ കേരളത്തിൽ കേസില്ല. ദേവീദേവന്മാരെ, അതായത് ആദിപരാശക്തിയെയും പരമശിവനെയും അവഹേളിച്ചുകൊണ്ട്, ഭദ്രകാളിയെ അവഹേളിച്ചുകൊണ്ട് ബിനു വാഴമുട്ടം എന്ന പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേരിൽ 3 or 4 പേർ പരാതി കൊടുത്ത സമയത്ത് ഇതേ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് നാട്ടിൽ ആഭ്യന്തര കലഹം ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് കേസെടുക്കാൻ സാധിക്കില്ല എന്നാണ്. അവലും മലരും കാത്തു വെച്ചോളൂ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ട് പാടിയപ്പോൾ ഈ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്ന ചെന്നിത്തലയുടെ വായ്ക്കകത്ത് നാവില്ലായിരുന്നു. നിരവധിയായിട്ടുള്ള കേസുകൾ ഇത്തരത്തിൽ പല പരാമർശങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പോൾ നിശബ്ദനായിരിക്കുകയും ഹൈന്ദവ സ്ത്രീകൾക്ക് നേരെ അവഹേളനം ഉണ്ടായപ്പോൾ ആ പുസ്തകം എൻ്റെ മകനെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിക്കും എന്ന് പരസ്യമായി വെല്ലുവിളിച്ച ചെന്നിത്തലയുടെ പേരിൽ തന്നെയാണ് കേസെടുക്കേണ്ടത്. ഈ കേസ് നിലനിൽക്കുന്നല്ലെന്ന് പറഞ്ഞതിന് കാര്യം ഞാൻ അയ്യോ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ഓടി ഒളിച്ച ആളായിരുന്നില്ല TG മോഹൻദാസ്. അഭിമാനത്തോടു കൂടി ഞാനത് പറഞ്ഞതാണ്, നിങ്ങൾ നടപടി എടുത്തോളൂ, ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം കാണിച്ച ആളാണ്. അദ്ദേഹത്തിന് അത് നിലനിൽക്കില്ലെന്ന് മനസ്സിലായി. കൃത്യമായി കോടതി നീതിന്യായ വ്യവസ്ഥയുടെ നമുക്കൊക്കെയുള്ള വിശ്വാസ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. എക്കാലത്തും TGക്കൊപ്പം, TGയോട് കൂടി തന്നെ TGയുടെ എല്ലാ അഭിപ്രായത്തോടും പരിപൂർണമായി തന്നെ യോജിക്കേണ്ടി വരും. കാര്യം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കി, പ്രധാനമന്ത്രി കാണുന്നത് പോലെ അല്ല ഞാൻ വിഷയങ്ങളെ കാണുന്നത്. ഇത് റിലേറ്റീവ് കോൺവെർസേഷൻ എന്ന് മാത്രമേ വിളിക്കാൻ സാധിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, അത് കേസ് നിലനിൽക്കുന്നതല്ല. ഞാനായിരുന്നു പ്രധാനമന്ത്രിക്ക് ഞാൻ ഇങ്ങനെ ചെയ്തേനെ. എത്രയോ ചാനൽ ചർച്ചകളിൽ നമ്മളിങ്ങനെ പല രാഷ്ട്രീയക്കാർ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. ഞാനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊന്നേനെ, ഞാനായിരുന്നെങ്കിൽ എന്താണ് പറയുന്നത്, നാളെ നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല, നിങ്ങളെ തല്ലിക്കൊന്നേനെ. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പ്രധാനമന്ത്രിയുടെ പേരിൽ പോലും നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. ബോധപൂർവം പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ചതിന് കേസെടുക്കാത്ത ചെന്നിത്തല തൽക്കാലം ഈ നിലനിൽക്കാത്ത കേസുമായി വന്ന് വെറും എളിഭ്യനായി മടങ്ങി എന്ന് മാത്രമേ ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. നമസ്കാരം. ഈ വിഷയത്തിൽ തത്തുമൈ ന്യൂസിനോട് പ്രതികരിച്ചിരുന്ന നന്ദി അരുൺജി. TG മോഹൻദാസിനെതിരായ പോലീസ് നടപടി ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. അരുൺ മോഹൻ ഉന്നയിച്ച ആരോപണങ്ങളും ചോദ്യങ്ങളും, അതേസമയം വിഷയത്തിൽ സർക്കാരിന്റെയും പോലീസിന്റെയും വിശദീകരണവും ഇരുവശവും പൊതുസമൂഹം പരിശോധിക്കേണ്ടതുണ്ട്. നിയമ നടപടികളിൽ എല്ലാവർക്കും ഒരേ മാനദണ്ഡമാണോ ബാധകമാകേണ്ടത്, അല്ലെങ്കിൽ ഓരോ കേസിനും വ്യത്യസ്ത സാഹചര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിലൂടെ രേഖപ്പെടുത്തുക. വാർത്ത പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.